പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിഴവ് സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. 26-ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കും. സ്പോൺസർഷിപ്പ് കാര്യമായി ലഭിച്ചില്ലെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കുറ്റസമ്മതം. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായാലും ഒടുവിൽ സമസ്താപരാധങ്ങളും പൊറുക്കേണമേ എന്ന് അപേക്ഷിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മറ്റ് മാർഗം ഒന്നും ഇല്ല. എന്തായാലും ഈ കണക്കിൽ കൃത്യതയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായും ഇതിൽ ആരാണ് അഴിമതി നടത്തിയത്, ആരാണ് കൈയിട്ട് വാരിയത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ പരോക്ഷമായി മറുപടി പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ കെ ജയകുമാർ. എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാൽ, കണക്കിൽ കൃത്യതയില്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കാലത്താണ് ഈ അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിക്കുന്നത്. അതിൽ ഓഡിറ്റ് നടത്തിയതിലെല്ലാം കൃത്യത ഇല്ലാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനങ്ങൾ നേരിടാനുള്ള സാഹചര്യം ഉണ്ടായത്. അതായത് ഓഡിറ്റിലെ റിപ്പോർട്ടിൽ അത് ക്രമക്കേട് ഉണ്ടായതെല്ലാം കാരണം ഓഡിറ്ററുടെ കുറ്റമല്ല എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നത് ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ കാരണമായത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാകപ്പിഴകളാണ്. കൃത്യമായ രീതിയിൽ ബില്ലുകൾ അടക്കം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള, അതായത് സാങ്കേതികമായ കാര്യങ്ങളിലെല്ലാം ഓഡിറ്ററെ ധരിപ്പിക്കുന്നതടക്കം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ആ വീഴ്ചയാണ് ഇത്തരത്തിൽ ഓഡിറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. സമസ്താപരാധം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല പാകപ്പിഴകളും അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല പാകപ്പിഴകളും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുവാനും ഓഡിറ്റ് റിപ്പോർട്ടിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വൻ തരത്തിലുള്ള ഇത്തരത്തിൽ ക്രമക്കേടുകളും പാകപ്പിഴകളും ഉണ്ടാകുന്നതും അത് റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നതിനടക്കം, അതായത് ഒരു റിവ്യൂ നടത്താൻ പോലും സാധിക്കാത്തതാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് അങ്ങനെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് കാരണമായി മാറിയതെല്ലാം മാറിയ സാഹചര്യമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു പുനഃപരിശോധന ഉണ്ടാകും. പുനഃപരിശോധനയ്ക്ക് ശേഷം നിലവിലെ ഓഡിറ്റ്, അതായത് അപൂർണമായ ഓഡിറ്റാണ്, ആ ഓഡിറ്റ് പൂർണ്ണമാക്കി തന്നെ ക്രമക്കേടുകളും പാകപ്പിഴകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുന്നത് എന്നെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അതായത് ക്രമക്കേടുകൾ നടന്ന എന്ന കാര്യം തുറന്നു പറയുന്നു. മാത്രമല്ല ഊരാളുങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അത്തരം ഊരാളുങ്ങളുടെ ഭാഗത്ത് MOU സൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ട ആ നിലയിലുള്ള തുക നൽകാൻ സാധിക്കില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് പറയുന്നു. 4.99 കോടി രൂപ മാത്രമായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നൽകുക. മറ്റ് നേരത്തെ പറഞ്ഞ ആ തുകകൾ ഊരാളുകളുടെ ഭാഗത്ത് MOUമായി സൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന തുകകൾ നൽകുവാൻ സാധിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. നിർണായകമായിട്ടൊരു യോഗമാണ് ഇന്ന് ചേർന്നത്. കെ ജയകുമാർ പറഞ്ഞ ഒരു വാക്ക്, അതായത് ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല എന്ന്. അപ്പോൾ ബോർഡിന് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നതുകൊണ്ടല്ലേ കൃത്യമായ മറുപടി നൽകാതിരുന്നത്. മാത്രമല്ല, നടക്കാത്ത പരിപാടിയുടെ പേരിൽ തന്നെ 8 ലക്ഷം രൂപ ആണ് എഴുതിയെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആരാണ് ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാതിരുന്നത്? അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു കൃത്യത ഇല്ലാത്ത വിധത്തിൽ കണക്ക് അവതരിപ്പിച്ചതിന് ഉത്തരവാദികൾ ആരൊക്കെയാണ്? അവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യേണ്ടതല്ലേ? കെ ജയകുമാറിന് മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് ബോർഡ് കടക്കുമോ എന്ന ചോദ്യം വല്ലതും ഉണ്ടായോ? അത്തരം കാര്യങ്ങളിലൊന്നും കൃത്യമായ രീതിയിലൊരു വിശദീകരണം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം പല കാര്യങ്ങളിൽ നിന്നും ബോർഡിൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇത്തരത്തിൽ ആരാണ് ഇത്തരം ഓഡിറ്റർ നൽകിയ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാത്തത്, അതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തത ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ആയാലും ശരി, കെ ജയകുമാറിൻ്റെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു, പാകപ്പിഴകൾ സംഭവിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഇത്തരത്തിൽ ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമാനുഗതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ തുകകൾ കൂടാനുള്ള കാരണമാകുകയും അത് ഈ പാകപ്പിഴകളെല്ലാം ഹൈക്കോടതി മുമ്പിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടായതെല്ലാം ഈ ഓഡിറ്റർ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി നൽകാത്തതാണ്. അതായത് ബില്ലുകൾ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ബില്ലുകളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലുമായി ഓഡിറ്റർ ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ രീതിയിലൊരു
മറുപടി ഇവിടെ നിന്നും ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയില്ല. അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ്. അതായത് ബില്ലുകൾ കണക്കിലെടുത്തുകൊണ്ട് ബില്ലുകൾ ശേഖരിച്ച ബില്ലുകൾ ലഭിച്ച ബില്ലുകളടക്കം കാണിച്ചുകൊണ്ട് ആ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യാൻ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞില്ല. ആ കഴിയാഞ്ഞതാണ് ഇത്തരത്തിൽ വീഴ്ചകൾക്ക് കാരണമായത് എന്നാണ് പറയുന്നത്. ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യങ്ങളിലൊക്കെ ബോർഡ് പിന്നീട് തീരുമാനമെടുക്കും എന്നാണ് കരുതുന്നത്. നിലവിലൊരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടുകൾ സംഭവിച്ചത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. എന്തായാലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ക്രമക്കേടുകളെല്ലാം തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഒരാളെങ്കിലുമായി ബന്ധപ്പെട്ട് അവരുടെ തുക നൽകുന്നത് ഈ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള തുക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരാളെങ്കിൽ ആവശ്യപ്പെട്ട തുക എന്തായാലും നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒരാളെങ്കിലിനെ അറിയിച്ചിട്ടുണ്ട്. ഈ 4,99,00,000 മാത്രമാണ് നൽകാൻ കഴിയുക എന്ന കാര്യം അത് വാക്കാൽ അറിയിച്ചു എന്നാണ് നമുക്ക് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നാൽ അതിൽ ഒരാളെങ്കിൽ ഇത് അതായത് കരാർ കമ്പനി ഈ തുക അംഗീകരിച്ചിട്ടില്ല എന്നും പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിന് പുറമേ ഇനി എന്ത് സംഭവിക്കും, എന്തായാലും അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി തുടർ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. എന്തായാലും ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു, വലിയ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഓഡിറ്റ് റിപ്പോർട്ടിങ്ങിലടക്കം ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ കഴിയാത്തതാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകാൻ കാരണം. എന്തായാലും പൂർണ്ണമായ രീതിയിൽ ഒരു പരിശോധന ഉണ്ടാകും, പൂർണ്ണമായ രീതിയിൽ ഇനി ഓഡിറ്റ് ഉണ്ടാകും. അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകളെല്ലാം ദേവസ്വം ബോർഡ് പരിശോധിക്കുമെന്നാണ് കെ ജയകുമാർ പറയുന്നത്. അനിൽ നമ്പ്യാർ. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ പിഴവ് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. 26-ന് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കും. സ്പോൺസർഷിപ്പ് കാര്യമായി ലഭിച്ചിട്ടില്ലെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ബോർഡിന്റെ യോഗത്തിന് ശേഷമായിരുന്നു കുറ്റസമ്മതം. ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.